സ്മൃതി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശരൺ നൽകുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അറസ്റ്റ് ശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഷൈൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം പ്രധാനപ്പെട്ട തെളിവായി എടുക്കുകയാണ് അന്വേഷണ സംഘം. NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ഗൂഢാലോചന, അതോടൊപ്പം തന്നെ പ്രേരണാ കുറ്റം, ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പ്രേരണാ കുറ്റം എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലൊടുവിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. സമയം 10:15 തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ 2:21 അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്തയാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ വൈരുദ്ധ്യമാണ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടത്. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. ശരൺ, വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കൊക്കൈൻ കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ വിചാരണ നടപടികളൊക്കെ നേരിട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരാൾ പിന്നീട് മറ്റൊരു കേസിൽ NDPS കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വകുപ്പുകൾ NDPS 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് നേരത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ചില കാര്യങ്ങളിൽ, അതായത് എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനപ്പുറം പോലീസ് നേരത്തെ തന്നെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 ACPമാരുടെ സാന്നിധ്യത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നതെന്നുള്ളത് നമുക്ക് ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഏതായാലും ആ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി ഉള്ള നടപടിക്രമം എന്ന് പറയുന്നത് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയ്ക്കായി വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും നേരത്തെ ഷൈൻ ടോം ചാക്കോ എന്തിന് വേണ്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്, ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ള കാര്യത്തിൽ വ്യക്തവരുത്താനുള്ള ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ ഇതിലെ പ്രധാന ഡ്രഗ് ഡീലറായ, അതായത് കൊച്ചി നഗരത്തിലെ പ്രധാന ഡ്രഗ് ഡീലറായ സജീറിനെ അറിയാമെന്നുള്ള ചോദ്യം കൂടി ചോദിച്ചിരുന്നതാണ്. അപ്പോൾ അറിയാമെന്നുള്ളത്, പരിചയമുണ്ടെന്നുള്ള മറുപടിയാണ് ഷൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യൽ കൂടി നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ, വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ കൂടി, തെളിവുകൾ കൂടി വച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ പ്രധാനമായും പോലീസ് പരിശോധിച്ചത് ഒരു തിരിച്ചടി കോടതിയിൽ നിന്ന് നേരിടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പഴുതടച്ച അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നുള്ളത് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം NDPS ആക്ട് 29 ചുമത്തുമെന്നുള്ളതാണ് നേരത്തെ പോലീസ് സൂചന നൽകിയിരുന്നത്. അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമോ, ചുമത്താൻ കഴിയുമോ എന്നത് സംബന്ധിച്ചൊക്കെ പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. ആ നിയമവശങ്ങൾ കൂടി, അതിന്റെ പരിശോധന കൂടി പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. NDPS 27, 29 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തെളിവുകളുണ്ട്. അന്വേഷണ സംഘത്തിന് മൊഴികളിലെ വൈരുദ്ധ്യം മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിലെ തെളിവ് ലഭിച്ചിരിക്കുന്നു. മറ്റ് ഡ്രഗ് ഡീലേഴ്സുമായുള്ള നിരന്തര ബന്ധത്തിന്റെ തെളിവ് ലഭിച്ചിരിക്കുന്നു. ഫോൺ കോളുകൾ തെളിവായിരിക്കുന്നു. ഒറ്റ ഫോണേ കൊണ്ടുവന്നിട്ടുള്ളൂ, പക്ഷേ ആ ഫോണിൽ നിന്ന് തന്നെ തെളിവ് ലഭിച്ചു എന്നുള്ളതാണ്. ഷൈൻ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം എന്നുള്ളതാണ്. അപ്പോൾ 4 കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായി ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ്. NDPS ആക്ട് 27, 29 പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു.